ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ബ്രൊക്കോളി ഡിഷാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചെറിയ ബ്രൊക്കോളി എടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് ഇട്ട് വെച്ച് വാഷ് ചെയ്തെടുക്കണേ. അപ്പോൾ തീരെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ തോരൻ വെച്ച് വരുമ്പോൾ അത് മൊത്തം പൊടിഞ്ഞു പോവേ. അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 ചുവന്നുള്ളി, 4 വെളുത്തുള്ളി അത് ചതച്ചാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചതച്ച മുളക്. ഇപ്പോൾ പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ നമ്മളതിലേക്ക് ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ തീയിൽ വേണം നമ്മളിത് ഇടാനായിട്ട്. ഇനി വേണം നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 1 കപ്പ് ചിരകിയ തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വൻപയറില്ലേ, അതായത് നമ്മൾ ആ ചുമന്ന പയർ, അത് ഞാൻ കുറച്ച്, അതായത് 1 കപ്പ് അളവിലെടുത്തിട്ട് അതൊന്ന് കുക്കറിലിട്ട് 2 വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൻപയർ ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചപ്പയറോ അല്ലെങ്കിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ പയർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പയർ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുക്കുവാണെങ്കിൽ വേവിക്കാൻ എളുപ്പമുണ്ടാവേ. അതിപ്പോൾ വേവിച്ച പയർ നമ്മളിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് അപ്പോൾ നമ്മൾ ബ്രൊക്കോളി നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലും ചെറുതായി പോയി കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കുഴഞ്ഞു പോയാൽ ഒരു തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ബ്രൊക്കോളിക്ക് എപ്പോഴും ചെറിയൊരു ക്രഞ്ച് ഉള്ളതാണ് നല്ലത് കേട്ടോ. അപ്പോൾ 2 മിനിറ്റൊക്കെ മാക്സിമം ഇതിങ്ങനെ മിക്സ് ചെയ്താൽ മതിയാവേ. കാരണം അത് ആവി കയറുമ്പോൾ തന്നെ അത് വേവും കേട്ടോ. വല്ലാണ്ട് നമ്മൾ ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായത് ഇപ്പോൾ മിക്സ് ചെയ്തപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയ ഒരു ഡിഷാണ് ഇത്. ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ശരിക്കും ഒരു മീലിന് പകരം നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്